ഡീനാണ് അവിടുത്തെ ഹോസ്റ്റലിൻ്റെ വാർഡൻ. അതുപോലെ തന്നെ അതിൻ്റെ അസിസ്റ്റൻറ്റ് വാർഡനും അവിടെ ഉണ്ട്, ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനാണ്. ഈ 2 പേർക്കുമാണ് ഹോസ്റ്റലിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹോസ്റ്റലിൽ എല്ലാ ദിവസവും പോയി റിപ്പോർട്ട് എടുക്കേണ്ടുന്ന ചുമതലയുള്ളത് ഈ വാർഡനും ഈ അസിസ്റ്റൻറ്റ് വാർഡനും. ഈ വാർഡൻ എന്ന് പറയുന്നത് ഡീൻ തന്നെ, വാർഡൻ എന്ന് പറയുന്നത് ഡീനാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ വീണ്ടും ഒരു റിപ്പോർട്ട് എടുത്തപ്പം ഡീൻ്റെ ഭാഗത്ത് നിന്ന് ചില ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട്, ഹോസ്റ്റലിലോട്ട് പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർക്ക് 2 പേർക്കും എതിരായിട്ടുള്ളൊരു റിപ്പോർട്ടും കൂടെ വന്നത്. അതിൻ്റെ ബേസിൽ നമ്മൾ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ 2 പേരെയും തൽക്കാലം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ രാവിലെ അതിനുള്ള എല്ലാം റെഡിയാക്കി ഉച്ചയായപ്പം നമ്മുടെ വൈസ് ചാൻസലർ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. ആ പത്രസമ്മേളനത്തിൽ വെച്ച് ഇതൊക്കെ പറയാമെന്നായിരുന്നു വൈസ് ചാൻസലർ പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്ക് നമുക്കറിയാം ഗവർണർ ഒരു തീരുമാനമെടുത്തുകൊണ്ട് വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയാണ് വന്നത്. മാധ്യമങ്ങളിലൂടെയാണ് എനിക്കത് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഞങ്ങൾ അറിഞ്ഞില്ല, ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ല. ആ നിലയ്ക്കാണ് ഗവർണർ കൊടുത്തത്. അത് പക്ഷേ തെറ്റായ നടപടിയാണെന്ന് ഞാൻ അപ്പോഴേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ ഉണ്ടായിരുന്നു, വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു, അതിനോടൊപ്പം ഒരു മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ഞാനും ഈ കേരളത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ തന്നെ ആയിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.